നമ്മളെപ്പോഴും കേട്ടിട്ടുള്ള അല്ലെങ്കിൽ കണ്ടിട്ടുള്ള ഒരു സാധനമാണ് HTTP അല്ലെങ്കിൽ HTTPS. അതായത് ഇതിന്റെ ഫുൾ ഫോം പറയുകയാണെങ്കിൽ ഹൈപ്പർ ടെക്സ്റ്റ് ട്രാൻസ്ഫർ പ്രോട്ടോകോൾ. ഇത് എന്താണ് സാധനം? നമ്മൾ എപ്പോഴും കാണാറുണ്ട്. നമ്മളൊരു വെബ്സൈറ്റ് ഓപ്പൺ ചെയ്യുമ്പോൾ HTTPS: എന്നിട്ടാണ് നമ്മൾ www ഒക്കെ സ്റ്റാർട്ട് ചെയ്യുക. അപ്പോൾ എന്താ ഈ സാധനം എന്നുള്ളത് പലർക്കും അറിയില്ല. അപ്പോൾ അത് നമുക്ക് എന്താണെന്ന് നോക്കാം. സോ HTTPS എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ പറഞ്ഞു ക്ലയൻറ്റും സെർവറും. അതായത് ഇപ്പം ഞാനൊരു ക്ലയൻ്റ് ആണെങ്കിൽ എനിക്ക് സെർവറിൽ നിന്ന് ഡാറ്റ എടുക്കണം. അതായത് ഒരു സിമ്പിൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ വെതർ ഡാറ്റ എടുക്കണം. സെർവറിൽ കുറേ ഡാറ്റ ഉണ്ട്, ആ ഡാറ്റ നമുക്ക് ആക്സസ് ചെയ്യണം. അപ്പോൾ ഞാൻ ആദ്യം ഈ ക്ലയൻറ്റ് ഒരു റിക്വസ്റ്റ് കൊടുക്കണം സെർവറിലേക്ക്. ആ സെർവറിലേക്ക് ആ റിക്വസ്റ്റ് വന്നു കഴിഞ്ഞാൽ സെർവർ ആ റിക്വസ്റ്റ് പ്രോസസ്സ് ചെയ്ത് എന്താണോ ഇവന് വേണ്ടതെന്ന് വെച്ചാൽ ആ ഡാറ്റാബേസിൽ നിന്ന് എടുത്തിട്ട് തിരിച്ചു കൊടുക്കും. ഇതാണ് പ്രൊസീജിയർ. അപ്പോൾ ഈ ക്ലയൻറ്റ് റിക്വസ്റ്റ് കൊടുക്കുന്നതും ആ റിക്വസ്റ്റ് അവിടെ അക്സെപ്റ്റ് ചെയ്യുന്നതും തിരിച്ച് ഡാറ്റ ഇങ്ങോട്ട് ട്രാൻസ്ഫർ ചെയ്യുന്നതും ഇതൊക്കെ എങ്ങനെ വേണം എന്ന് ഡിസൈഡ് ചെയ്യുന്ന പ്രോട്ടോകോൾസ് അല്ലെങ്കിൽ റൂൾസ്, ഇതിനെയാണ് HTTP എന്ന് പറയുക, ഹൈപ്പർ ടെക്സ്റ്റ് ട്രാൻസ്ഫർ പ്രോട്ടോകോൾ. അപ്പോൾ അതിനകത്ത് ലാസ്റ്റ് ഒരു എസ്സും കൂടി ഉണ്ട്. അതെന്താണെന്ന് വെച്ചാൽ സെക്യൂർ ആണ്. ഇപ്പോൾ ഉള്ള എല്ലാ സാധനങ്ങളും HTTPS ആയിരിക്കും. അതായത് നമ്മൾ റിക്വസ്റ്റ് കൊടുക്കുന്നതും ആ ഡാറ്റ ഇങ്ങോട്ട് തിരിച്ചയക്കുന്നതൊക്കെ സെക്യൂർഡ് ആയിരിക്കും. അതിനെ എൻക്രിപ്റ്റ് ചെയ്തിട്ട് അയക്കുക. ഡയറക്റ്റ്ലി ഉള്ള ഡാറ്റ അങ്ങനെ തന്നെയല്ല അയക്കുക. അപ്പോൾ ഈ പറഞ്ഞ പോലെ ഒരുപാട് ഹാക്കേഴ്സും തെഫ്റ്റിംഗ് ഒക്കെ നടക്കും. അതൊന്നും നടക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ഡാറ്റനെ എൻക്രിപ്റ്റ് ചെയ്തിട്ടാണ് ഷെയർ ചെയ്യുക. അപ്പോൾ ഈ ഒരു പ്രൊസീജിയറാണ് അല്ലെങ്കിൽ ഈ സാധനമാണ് HTTPS എന്ന് പറയുന്നത്.